ഹായ് മക്കളെ, HSST NVTയുടെ നോട്ടിഫിക്കേഷൻ രണ്ടും PSC ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടിന്യൂസ്ലി എനിക്ക് അയച്ചു തരുന്ന മെസ്സേജസിനുള്ള ഒരു റിപ്ലൈ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻസ്, ഇനി പഠിക്കേണ്ടത് എന്താണ്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ HSST NVTയുടെ നോട്ടിഫിക്കേഷൻ വന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ നേരത്തെയാണ് എക്സാം വന്നിരിക്കുന്നത്. ഇപ്പോൾ HSSTയുടെ കാര്യമാണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് മെയ് മുതൽ ജൂലൈ വരെയാണ്. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 5 to 6 months മാത്രമേ ഉള്ളൂ നമുക്കൊരു എക്സാം, ഈ ഒരു എക്സാം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ. സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സിലബസ് വായിക്കുമ്പോൾ തന്നെ വളരെ ഡെപ്താണ്, വളരെ വൈഡാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആൻഡ് NVTക്ക് കുറച്ച് സമയം കൂടെയുണ്ട്, ജൂൺ ടു ഓഗസ്റ്റ് ആണ്. അപ്പോൾ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറച്ച് മുന്നേ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ പാനിക് ആയിട്ടുണ്ട്. അത് സത്യം തന്നെയാണ് കേട്ടോ. ഒരുപാട് കുട്ടികൾ പാനിക് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങളും പാനിക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ മാത്രമല്ല, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാനിക് ആയിട്ടുണ്ട്. പക്ഷേ അത് വിട്ടേക്കൂ. നമ്മുടെ എക്സാം എന്തുണ്ടാവും, ഒരു 5 to 6 മാസത്തിനുള്ളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം കലണ്ടറൊക്കെ PSC ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയുള്ളൊരു കാര്യം, കുട്ടികൾ എപ്പോഴും ചോദിക്കുന്നത് ഇനി ഇത് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, എത്ര സമയമല്ലേ ഉള്ളൂ, നമ്മളിനി പഠിച്ചത് കൊണ്ട് കിട്ടുമോ എന്നുള്ള ഒരു കാര്യമുണ്ട്. ആൻഡ് ശ്രദ്ധിക്കുക, നിങ്ങൾ നമ്മുടെ HSSTയുടെ ഒരു മാർക്കിംഗ് സ്കീമും ഇനി എന്ത് പഠിക്കണം, നമുക്ക് ആദ്യം HSSTയുടെ മാർക്കിംഗ് സ്കീമിനെ പറ്റി ഒന്ന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് റാങ്ക്, ഞാൻ കട്ട് ഓഫിൻ്റെ വലിയൊരു ഫാനല്ല. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 1 to 10 റാങ്കിലൊക്കെ നിങ്ങൾ വരണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനുള്ളൊരു പോസിബിലിറ്റിയാണ് അല്ലേ. അല്ലാതെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നാൽ അത്രയും ഡിലേ ആകും. അപ്പോൾ ഞാൻ പറയുന്നത് കട്ട് ഓഫിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് റാങ്ക്, ലെറ്റ്സ് സേ കഴിഞ്ഞ HSSTയുടെ ഫസ്റ്റ് റാങ്കിൻ്റെ മാർക്ക്, റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 43 മാർക്കാണ്. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 43 ആണ്. ഓക്കെ, HSST കെമിസ്ട്രിയുടെ മാർക്കാണ് ഞാൻ പറയുന്നത്. വോട്ട് ഫസ്റ്റ് റാങ്ക്, ഞാൻ കട്ട് ഓഫിനെ പറ്റിയല്ല പറയുന്നത്, മറിച്ച് ഞാൻ ഫസ്റ്റ് റാങ്കിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സേ നമ്മുടെ കോമ്പറ്റീഷൻ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്കൊരു ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ ഒരു 1 to 10th റാങ്ക് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് വിചാരിക്കുക, ഒരു 50 to 55 മാർക്ക് സ്കോർ ചെയ്താൽ നമുക്കൊരു ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 50 to 55 കിട്ടിയിട്ടുണ്ടെങ്കിൽ യു വിൽ ബി കംഫർട്ടബിളി ഇൻ ദ 1 to 10th റാങ്ക്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഇനോർഗാനിക് കെമിസ്ട്രിയുടെ മാർക്ക് എത്രയാണ്? ഇനോർഗാനിക് കെമിസ്ട്രി 24 മാർക്സ് ആണ്. ഓക്കെ, ഇനി ഓർഗാനിക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അഗെയിൻ ഇവിടെ എത്രയാണ്? 24 മാർക്സ് ആണ്. ഇനി ഫിസിക്കലിൻ്റെ വെയിറ്റേജ് ആണ് പറയുന്നതെങ്കിൽ ഫിസിക്കലിൻ്റെ വെയിറ്റേജ് എത്രയാണ്? 15 മാർക്സ് ആണ്. ഓൾ റൈറ്റ്, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്താണ് പറയുന്നത്? നമ്മളൊരു ടാർഗറ്റ് വെക്കുന്നു. എത്രയാണ്? 50 to 55 മാർക്സ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നു. ഓക്കെ, നിങ്ങൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ പഠിക്കണം എന്നറിയാത്തവർക്കാണ് പറയുന്നത് കേട്ടോ. നമുക്കൊരു 50 മുതൽ 55 മാർക്കാണ് നമ്മുടെ കംഫർട്ടബിളി ഒരു ടോപ്പ് 10 റാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കിംഗ് സ്കീം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് ഫിസിക്കലാണ് അല്ലേ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ആണ്, അതെന്താണ്, ഫിസിക്കലിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഫിസിക്കലിന് ഇവിടെ വെയിറ്റേജ് എന്താണ്, കുറവുമാണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം? യെസ്, ഇനോർഗാനിക്കും ഓർഗാനിക്കും. ഇനി ആദ്യം ആരെ ഫോക്കസ് ചെയ്യണം നമ്മൾ? ഇനോർഗാനിക്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനോർഗാനിക് നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് എവിടെയാണ്? ഇനോർഗാനിക് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇവിടെ 24 മാർക്ക് കംഫർട്ടബിളി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടെ നിൽക്കട്ടെ. ആൻഡ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ജനറൽ പാർട്ട്. ഓക്കെ, ജനറൽ പാർട്ട് എത്രയാണ്? 30 മാർക്കിന് ജനറൽ പാർട്ട് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് വെരി ക്രൂഷ്യൽ ആസ് വെൽ. ഓക്കെ, ഇവിടെ ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള മാർക്കാണ്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ടീച്ചിങ് ആൻഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, ടീച്ചിങ് റിസർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അവിടെ എത്ര മാർക്കാണെന്ന് അറിയോ? 10 മാർക്കിനാണ് ഈ ഒരു പോർഷൻ ചോദിക്കുന്നത്. ലെറ്റ്സ് സേ സപ്പോസ് ഞാൻ പറയുകയാണ്, നിങ്ങളൊരു 8 മാർക്ക് ഇവിടെ നിന്ന് സ്കോർ ചെയ്തു. ഇത് സ്കോർ ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ BEdനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇനി
കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പഠിച്ചാൽ ഓക്കെ, എഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് 10 മാർക്കിനാണ്. ഞാൻ പറയുന്നു 10 മാർക്കിൽ എഗെയിൻ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരു 8 മാർക്ക് ഇവിടെ നിന്ന് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഓൺ ആൻ ആവറേജ് നിങ്ങൾക്കൊരു 15 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യണം 15 മാർക്ക്. ഞാൻ ഈവൻ GK പോലും ഞാൻ പറയുന്നില്ല, ഞാൻ വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. അതായത് ഞാനിവിടെ GK പോലും പറയുന്നില്ല, കാരണം എനിക്കറിയാം കുറേ കുട്ടികൾക്ക് ഈ GK കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സയൻസ് സ്റ്റുഡൻസിനെ പറ്റി എപ്പോഴും ഒരു നൈറ്റ് മെയർ ആണ് അല്ലേ, ഒരു നൈറ്റ് മെയർ ആണ് ഈ GK എന്നൊക്കെ പറയുന്നത്. പലരും വീക്ക് ആയിരിക്കും, നമുക്ക് സബ്ജക്റ്റ് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും മാർക്ക് ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്. നിങ്ങൾ ടീച്ചിങ് മെത്തേഡ്സും അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചാലും നിങ്ങൾ ഒരു 15 മാർക്ക് നിങ്ങൾ എവിടെ നിന്ന് സ്കോർ ചെയ്യുക, നേരത്തെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സിൽ നിന്ന് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓക്കെ, അങ്ങനെ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത്, ഓക്കെ, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് എത്ര മാർക്കാണ്? 24 മാർക്കാണ്. ഇത് നിങ്ങൾ കംഫർട്ടബിളി നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക, വളരെ ഡെപ്തിൽ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത് ഒരു 18 to 20 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ്സ് സേ ഞാൻ 18 മാർക്ക്, 24 18 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുടെ ക്ലാസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു 15 മാർക്കും ഓക്കെ, ഇവിടെ നിന്നൊരു 18, ഞാൻ 20 പോലും എടുക്കുന്നില്ല, 18 മാർക്ക് എടുത്തോളൂ. ഇപ്പം തന്നെ എത്ര മാർക്കായി? 33 മാർക്കായി. നമ്മൾ എത്രയായിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്? ഒരു 50 to 55 ആണ്. ഓക്കെ, അപ്പോൾ 55 മാർക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സെക്യൂർ ചെയ്യുക, നിങ്ങൾ ഒരു ടോപ്പിക്ക് സെക്യൂർ ചെയ്യുക. ഓക്കെ, എത്രയാണ്? 33 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനോർഗാനിക് കെമിസ്ട്രിയും ആ ITയും കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ ജനറൽ പാർട്ടും ടീച്ചിങ്ങും നിങ്ങളൊന്ന് പഠിക്കുക. ഇങ്ങനെ 33 മാർക്ക് നിങ്ങൾ സെക്യൂർ ചെയ്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും, ഈ എക്സാമിൽ റേസിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുക. ഓക്കെ, ആൻഡ് ഇനോർഗാനിക് കെമിസ്ട്രി നമ്മളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ തരും. ആ ഷെഡ്യൂൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന അതായത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ജോയിൻ ചെയ്ത കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂളാണ്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യുക, ഒരു ദിവസം നിങ്ങൾ 3 വീഡിയോ എന്നുള്ള രീതിയിൽ കണ്ടു തീർക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു ജനുവരി അവസാനം കൂട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഇനോർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു തീർക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ റേസിലേക്ക് വന്നു. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഒരു മാസം കൊണ്ട് നമ്മൾ ഒരു 1 മന്ത് കൊണ്ട് നമ്മൾ ഇനോർഗാനിക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എത്ര മാസമുണ്ട്? ഒരു 4 മാസത്തോളം ഉണ്ട് റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്യാൻ. ഇവിടെ നിന്ന് നിങ്ങൾ കംഫർട്ടബിളി നിങ്ങൾക്ക് എടുക്കേണ്ട മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 to 25 മാർക്സ് ആണ്. ഓക്കെ, അത് 4 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓർഗാനിക് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സോർട്ട് ഓഫ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എന്ത് പറയാം നമുക്ക്, നിങ്ങൾക്കൊരു സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇനോർഗാനിക് ആണ്. ഓക്കെ, അപ്പോൾ ഇനോർഗാനിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 3 മൊഡ്യൂളായിട്ടാണ് ഇനോർഗാനിക് കൊടുത്തിരിക്കുന്നത്. മൊഡ്യൂൾ 1, 2 and 3. ഓക്കെ, ആദ്യത്തെ മൊഡ്യൂള് 8 മാർക്കിനാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ കാര്യമാണ്. ദിസ് ഇസ് ആക്ച്വലി കെമിക്കൽ ബോണ്ടിങ്. ഓക്കെ, ഇവിടെ എഴുതാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത്, കെമിക്കൽ ബോണ്ടിങ്. പിന്നെയുള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാം കെമിക്കൽ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. പിന്നെയുള്ളത് ഇവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കെമിസ്ട്രി ഓഫ് ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അത് നിങ്ങളൊരു +2 ലെവലിൽ കവർ ചെയ്താൽ മതി. എസ് ബ്ലോക്കും അതേപോലെ ഹൈഡ്രജനും ഇതൊക്കെ എന്തായാലും നിങ്ങൾ പഠിക്കുക കേട്ടോ. പിന്നെ എക്സ്ട്രാക്റ്റീവ് കെമിസ്ട്രി ഓഫ് വേരിയസ് മെറ്റൽസ് ഓഫ് കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ്, മെറ്റലർജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, മെറ്റലർജിയെ പറ്റിയും നമ്മൾ സംസാരിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് അല്ലേ, ആസിഡ്സ് ബേസസ് HSAB കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HSAB കോൺസെപ്റ്റിനെ പറ്റിയിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ്
കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിന്തസിസ് റിയാക്ഷൻ ഓഫ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്, അതേപോലെ സ്റ്റിക്സ് ആൻഡ് വെയ്റ്റ്സ് റൂൾ എന്നൊക്കെ എപ്പോഴും ചോദ്യങ്ങൾ വരുന്നതാണ്. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ദിസ് ഇസ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഓക്കെ, ഇതെന്താണ്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ നിന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ദിസ് ഇസ് ആക്ച്വലി കോർഡിനേഷൻ കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് ഒക്കെയാണ് നിങ്ങൾ ആദ്യം മാസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, മെറ്റലർജി, കെമിക്കൽ ബോണ്ടിങ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ, എസ് ബ്ലോക്ക്, ഹൈഡ്രജൻ, ആസിഡ് ബേസ് തിയറി, മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെയും കുറച്ച് MSc ലെവലിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, പിന്നെ ഉള്ളത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 2 വരികയാണെങ്കിൽ എഗെയിൻ ഇതൊക്കെ എന്താണ് കോറിലേഷൻ ഡയഗ്രാം എന്നൊക്കെ പറയുന്നത്. എഗെയിൻ ഓർഗൽ ഡയഗ്രത്തിൻ്റെയൊക്കെ ക്ലാസ്സസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എഗെയിൻ ഇതെന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഇനി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോസബെയർ സ്പെക്ട്രോസ്കോപ്പി, അതേപോലെ ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയുടെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കിക്കാണേണ്ടി വരും. ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയിൽ എന്തൊക്കെയാണ്? ESRും മോസബെയറും. ഓക്കെ, ESRും മോസബെയറും ഞാൻ പറയുന്നത് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുള്ള ടോപ്പിക്കുകളാണ്. ESRും മോസബെയറും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതും ഞാൻ കുറച്ച് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിനുശേഷമാണ് നിങ്ങളുടെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഗാനോമെറ്റാലിക്സ്. ഓക്കെ, ഇവിടെ എന്താണ്? ഓർഗാനോമെറ്റാലിക്സ് ഇവിടെയുണ്ട്. ഓക്കെ, ഓർഗാനോമെറ്റാലിക്സും നമുക്ക് കവർ ചെയ്യാം. ആൻഡ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എസെൻഷ്യൽ ആൻഡ് ട്രേസ് എലമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണ്? ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആണല്ലേ, ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ഓക്കെ, വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇവിടെയൊക്കെ ഉണ്ട് ഫോട്ടോ സിസ്റ്റം 1, 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോൾ ഓഫ് അയൺ, കാൽഷ്യം, കോപ്പർ, ഇതൊക്കെ ഇവിടെയുണ്ട് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി. ഓക്കെ, ആൻഡ് ഫൈനലി നിങ്ങൾ പഠിക്കേണ്ടത് ന്യൂക്ലിയർ റിയാക്ഷൻസിനെ പറ്റിയാണ്. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് നോക്കിക്കാണാം. പിന്നെ ഈ സോളിഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ മില്ലർ ഇൻഡിസസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഇതിനെപ്പറ്റി അധികം സംസാരിക്കുന്നില്ല, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 1.5 months കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പറഞ്ഞിരിക്കുന്ന പോർഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? 24 മാർക്കിൽ ഒരു 18 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്ന് 15 സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 33 മാർക്ക് കിട്ടും. സോ യു വിൽ ബി ഇൻ ദ റേസ്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കവർ ചെയ്യുക. 1.5 months കൊണ്ട് നിങ്ങൾ കവർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ഷെഡ്യൂളൊക്കെ കൊടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ വിചാരിച്ചു ഓർഗാനിക് കൂടെ പറയാമെന്ന്, പിന്നെ വെറുതെ എല്ലാം കൂടെ പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അടുത്തൊരു സെഷനിൽ ഓർഗാനിക്കിൻ്റെയും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് എവിടെയാണ്, വെയിറ്റേജ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഈവൻ കഴിഞ്ഞ വർഷത്തെ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ചെറിയൊരു ഐഡിയ കിട്ടിയല്ലോ. ആ ഒരു ഐഡിയ എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ബോത്ത് HSST ആൻഡ് NVT രണ്ടും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്യണമെങ്കിൽ നമ്പർ ഇവിടെയുണ്ട്, നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.